പാർട്ടി ഓഫീസ് വീടാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ്, ട്രെയിനിലും ബസ്സിലും ഓട്ടോയിലും കയറി ജനസേവനം നടത്തുന്ന ഒരു നേതാവ്. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയും. അതെ, പറഞ്ഞു വരുന്നത് പന്ന്യൻ രവീന്ദ്രൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയാണ്. കാലം മാറിയെങ്കിലും പന്ന്യൻ മാറിയിട്ടില്ല. അയാൾ എന്നും പഴയതുപോലെ തന്നെ നല്ലൊരു സഖാവാണ്. തലസ്ഥാന മണ്ഡലമായതിനാൽ തിരുവനന്തപുരത്തിന് ദേശീയ ശ്രദ്ധ അല്പം കൂടുതലാണ്. കോൺഗ്രസ് സിറ്റിംഗ് എം പിയായ ശശി തരൂരിനെ തന്നെയാണ് ഒരിക്കൽ കൂടി അവിടെ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ BJP ആകട്ടെ മണ്ഡലം പിടിച്ചെടുക്കണമെന്ന വാശിയിൽ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള മണ്ഡലം ഇത്തവണയെങ്കിലും പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുൻ MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രനെ LDFും രംഗത്തിറക്കിയിരിക്കുന്നത്. വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് CPയുടെ പ്രമുഖ നേതാവായ പന്ന്യൻ രവീന്ദ്രൻ. ആർക്കും എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി ഇന്നുവരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പന്ന്യനുമേൽ സാധിച്ചിട്ടില്ല. 2005 പന്ന്യന്റെ വിജയത്തിനും അദ്ദേഹത്തിന്റെ ഈ എഴുതിക്ക് വലിയ പങ്കുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷമെങ്കിലും 2009 മുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത് ശശി തരൂരാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള തരൂരിന്റെ പ്രതിച്ഛായയും അദ്ദേഹത്തിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മന്ത്രി മാത്രമല്ല, പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ്. ഈ 2 കാരണം കൊണ്ട് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ലഭിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിനും ശശി തരൂരിനുമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്തി എന്നതാണ് BJPയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. എന്നാൽ ഇതൊന്നും പന്ന്യന്റെ ആത്മവിശ്വാസത്തിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. MP എന്ന നിലയിൽ ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് BJPയും ഇടതുപക്ഷവും മുഖ്യ പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തരൂർ വിജയിച്ചിരിക്കുന്നത്. 4ാം ജയത്തിൽ കുറഞ്ഞൊന്നും തരൂർ ഇനി പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും തരൂരിന് കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇടയിൽ തരൂർ ശക്തമായ എതിർപ്പ് നേരിടുന്നുണ്ട്. ഇതിനു പുറമെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഇരട്ട നഗരം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന ആക്ഷേപവും വോട്ടിംഗിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ് മറ്റൊരു പ്രശ്നം. പഴയ ഗ്ലാമർ പരിവേഷമൊന്നും ഇപ്പോൾ തരൂരിലില്ല എന്നതും ഒരു അട്ടിമറി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും വിജയിച്ചാലും തോറ്റാലും പന്ന്യൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ കേന്ദ്രമന്ത്രിയോ ശശി തരൂരിനെ പോലെ ലോകമറിയപ്പെടുന്ന ഒരാളോ ആകാനുള്ള സാധ്യതയൊന്നുമില്ല. എന്നാൽ മറ്റൊരു കാര്യം ഉറപ്പാണ്, ജയിച്ചാലും ഇല്ലെങ്കിലും പന്ന്യൻ സഖാവ് തിരുവനന്തപുരത്തുണ്ടാകും. ഇപ്പോൾ കാണുന്ന പോലെ ഏതെങ്കിലും തട്ടുകടയുടെ ബെഞ്ചിലോ പാർട്ടി ഓഫീസിലോ തെരുവോരങ്ങളിലോ ഒക്കെയായി ജനങ്ങളുടെ ഇടയിൽ.